നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് യൂണിയൻ ബജറ്റ് 2025. കേന്ദ്ര ധനകാര്യ കോർപ്പറേറ്റ് കാര്യ മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ 2025 ഫെബ്രുവരി 1 2025-26 കേന്ദ്ര ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചു. ബജറ്റിന്റെ പ്രധാന ഭാഗങ്ങൾ. ഭാഗം 1. 2025-26 ബജറ്റ് എസ്റ്റിമേറ്റുകൾ. കടമെടുക്കൽ ഒഴികെയുള്ള മൊത്തം വരുമാനവും മൊത്തം ചെലവും യഥാക്രമം 34.96 ലക്ഷം കോടിയും 50.65 ലക്ഷം കോടിയുമായി കണക്കാക്കപ്പെടുന്നു. മൊത്തം നികുതി വരുമാനം 28.37 ലക്ഷം കോടിയായി കണക്കാക്കപ്പെടുന്നു. GDPയുടെ 4.4% ധനക്കമ്മി എന്ന് കണക്കാക്കപ്പെടുന്നു. മൊത്തം വിപണി വായ്പകൾ 14.82 ലക്ഷം കോടിയായി കണക്കാക്കപ്പെടുന്നു. 2025-26 സാമ്പത്തിക വർഷത്തിൽ 11.21 ലക്ഷം കോടി GDPയുടെ 3.1% മൂലധന ചെലവ് വകയിരുത്തിയിട്ടുണ്ട്. വികസനത്തിൻ്റെ ഒന്നാം മാതൃകയായി കൃഷി. പ്രധാനമന്ത്രി ധന്യ കൃഷി യോജന കാർഷിക ജില്ലകളുടെ വികസന പരിപാടി. സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് ആരംഭിക്കുന്ന ഈ പരിപാടി കുറഞ്ഞ ഉൽപാദനക്ഷമത, മിതമായ വിള തീവ്രത, ശരാശരിയിലും താഴെയുള്ള വായ്പാ പാരാമീറ്ററുകൾ എന്നിവയുള്ള 100 ജില്ലകളെ ഉൾക്കൊള്ളുന്നു. 1.7 കോടി കർഷകർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും. ഗ്രാമീണ സമൃദ്ധിയും പ്രതിരോധശേഷി കെട്ടിപ്പടുക്കലും. നൈപുണ്യം, നിക്ഷേപം, സാങ്കേതികവിദ്യ, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കൽ എന്നിവയിലൂടെ കാർഷിക മേഖലയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനായി സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് സമഗ്രമായ ഒരു ബഹുമേഖലാ പരിപാടി ആരംഭിക്കും. ഒന്നാം ഘട്ടത്തിൽ 100 വികസ്വര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു. പയർ വർഗ്ഗങ്ങളിലെ ആത്മനിർഭർത. ടൂർ, ഉറാദ്, മസൂർ എന്നിവിടങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് 6 വർഷത്തെ പയർ വർഗ്ഗങ്ങളിലെ ആത്മനിർഭർത ദൗത്യം സർക്കാർ ആരംഭിക്കും. അടുത്ത 4 വർഷത്തേക്ക് കർഷകരിൽ നിന്ന് ഈ പയറുവർഗ്ഗങ്ങൾ നാഫെഡും NCCFും സംഭരിക്കും. പച്ചക്കറികൾക്കും പഴങ്ങൾക്കും വേണ്ടിയുള്ള സമഗ്ര പരിപാടി. കർഷകർക്ക് ഉൽപാദനം, കാര്യക്ഷമമായ വിതരണം, സംസ്കരണം, ന്യായമായ വില എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് ഒരു സമഗ്ര പരിപാടി ആരംഭിക്കും. ബീഹാറിലെ മഖാന ബോർഡ്. മഖാനയുടെ ഉൽപാദനം, സംസ്കരണം, മൂല്യവർദ്ധനവ്, വിപണനം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി ഒരു മഖാന ബോർഡ് സ്ഥാപിക്കും. ഉയർന്ന വിളവ് നൽകുന്ന വിത്തുകൾക്കായുള്ള ദേശീയ ദൗത്യം. ഗവേഷണ ആവാസ വ്യവസ്ഥ ശക്തിപ്പെടുത്തുക. ഉയർന്ന വിളവ് നൽകുന്ന വിത്തുകളുടെ വികസനവും പ്രചാരണവും ലക്ഷ്യമിടുന്നു. 100-ലധികം വിത്ത് ഇനങ്ങളുടെ വാണിജ്യ ലഭ്യത ലക്ഷ്യമിട്ട് ഉയർന്ന വിളവ് നൽകുന്ന വിത്തുകൾക്കായുള്ള ഒരു ദേശീയ ദൗത്യം ആരംഭിക്കും. മത്സ്യബന്ധനം. ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് ദ്വീപുകളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ നിന്നും ഉയർന്ന സമുദ്രങ്ങളിൽ നിന്നുമുള്ള മത്സ്യബന്ധനത്തിൻ്റെ സുസ്ഥിരമായ ഉപയോഗത്തിനായി ഒരു ചട്ടക്കൂട് കൊണ്ടുവരാൻ സർക്കാർ. പരുത്തി ഉൽപാദനക്ഷമതയ്ക്കുള്ള ദൗത്യം. പരുത്തി കൃഷിയുടെ ഉൽപാദനക്ഷമതയിലും സുസ്ഥിരതയിലും ഗണ്യമായ പുരോഗതി സാധ്യമാക്കുന്നതിനും അധിക ദൈർഘ്യമുള്ള സ്റ്റേപ്പിൾ പരുത്തി ഇനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി 5 വർഷത്തെ ദൗത്യം പ്രഖ്യാപിച്ചു. KCC വഴി മെച്ചപ്പെട്ട ക്രെഡിറ്റ്. KCC വഴി എടുക്കുന്ന വായ്പകൾക്ക് പരിഷ്കരിച്ച പലിശ സബ്വെൻഷൻ പദ്ധതി പ്രകാരമുള്ള വായ്പാ പരിധി 3 ലക്ഷം രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപയായി ഉയർത്തും. അസമിലെ യൂറിയ പ്ലാന്റ്. അസമിലെ നംരൂപിൽ 12.7 ലക്ഷം മെട്രിക് ടൺ വാർഷിക ശേഷിയുള്ള ഒരു പ്ലാന്റ് സ്ഥാപിക്കും. വികസനത്തിൻ്റെ രണ്ടാം എഞ്ചിനായി MSMEകൾ. MSMEകൾക്കുള്ള വർഗീകരണ മാനദണ്ഡങ്ങൾ പരിഷ്കരണം. എല്ലാ MSMEകളുടെയും വർഗീകരണത്തിനുള്ള നിക്ഷേപ വിറ്റുവരവ് പരിധികൾ യഥാക്രമം
2.5 മടങ്ങായും 2 മടങ്ങായും വർദ്ധിപ്പിക്കും. മൈക്രോ എന്റർപ്രൈസസിനുള്ള ക്രെഡിറ്റ് കാർഡുകൾ. ഉദ്യം പോർട്ടൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൂക്ഷ്മ സംരംഭങ്ങൾക്ക് 5 ലക്ഷം പരിധിയുള്ള ഇഷ്ടാനുസൃത ക്രെഡിറ്റ് കാർഡുകൾ ആദ്യ വർഷം 10 ലക്ഷം കാർഡുകൾ നൽകും. സ്റ്റാർട്ടപ്പുകൾക്കുള്ള ഫണ്ടുകളുടെ ഫണ്ട്. വിപുലീകരിച്ച വ്യാപ്തിയും 10,000 കോടി രൂപയുടെ പുതിയ സംഭാവനയുമായുള്ള ഒരു പുതിയ ഫണ്ട് ഓഫ് ഫണ്ട് സ്ഥാപിക്കും. ആദ്യമായി സംരംഭം ആരംഭിക്കുന്നവർക്കുള്ള പദ്ധതി. 5 ലക്ഷം സ്ത്രീകൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട ആദ്യ സംരംഭകർക്ക് അടുത്ത 5 വർഷത്തിനുള്ളിൽ 2 കോടി രൂപ വരെ ദീർഘകാല വായ്പ നൽകുന്ന പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു. പാദരക്ഷ തൂക്കൽ മേഖലകൾക്കായുള്ള ഫോക്കസ് പ്രൊഡക്റ്റ് സ്കീം. ഇന്ത്യയിലെ പാദരക്ഷ തൂക്കൽ മേഖലയുടെ ഉൽപ്പാദനക്ഷമത, ഗുണനിലവാരം, മത്സരശേഷി എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായി 22 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുന്നതിനും 4 ലക്ഷം കോടി രൂപയുടെ വിറ്റുവരവും 1.1 ലക്ഷം കോടി രൂപയുടെ കയറ്റുമതിയും സാധ്യമാക്കുന്നതിനായി ഒരു ഫോക്കസ് ഉൽപ്പന്ന പദ്ധതി പ്രഖ്യാപിച്ചു. കളിപ്പാട്ട മേഖലകൾക്കുള്ള നടപടികൾ. ഇന്ത്യയെ കളിപ്പാട്ടങ്ങളുടെ ആഗോള കേന്ദ്രമാക്കി മാറ്റുന്നതിനായി ഉയർന്ന നിലവാരമുള്ളതും അതുല്യവും നൂതനവും സുസ്ഥിരവുമായ കളിപ്പാട്ടങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു പദ്ധതി പ്രഖ്യാപിച്ചു. ഭക്ഷ്യ സംസ്കരണത്തിനുള്ള പിന്തുണ. ബീഹാറിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി, എന്റർപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് സ്ഥാപിക്കും. നിർമ്മാണ ദൗത്യം മേക്ക് ഇൻ ഇന്ത്യ. മേക്ക് ഇൻ ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചെറുകിട, ഇടത്തരം, വൻകിട വ്യവസായങ്ങളെ ഉൾപ്പെടുത്തി ഒരു ദേശീയ ഉൽപ്പാദന മിഷൻ പ്രഖ്യാപിച്ചു. വികസനത്തിൻ്റെ മൂന്നാമത്തെ എഞ്ചിനായി നിക്ഷേപം. സാക്ഷ്യം അങ്കണവാടി പോഷൻ 2.0. പോഷകാഹാര പിന്തുണയ്ക്കുള്ള ചെലവ് മാനദണ്ഡങ്ങൾ ഉചിതമായി വർദ്ധിപ്പിക്കണം. അഡൽട്ട് ടിങ്കറിംഗ് ലാബ്സ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ സർക്കാർ സ്കൂളുകളിൽ 50,000 അഡൽട്ട് ടിങ്കറിംഗ് ലാബുകൾ സ്ഥാപിക്കും. സർക്കാർ സെക്കൻഡറി സ്കൂളിലേക്കും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലേക്കും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി. ഭാരത് നെറ്റ് പദ്ധതി പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ എല്ലാ സർക്കാർ സെക്കൻഡറി സ്കൂളുകളിലും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകും. ഭാരതീയ ഭാഷാ പുസ്തക് പദ്ധതി. സ്കൂൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി ഇന്ത്യൻ ഭാഷാ പുസ്തകങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ നൽകുന്നതിനായി ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതി പ്രഖ്യാപിച്ചു. ദേശീയ നൈപുണ്യ മികവിൻ്റെ കേന്ദ്രങ്ങൾ. മേക്ക് ഫോർ ഇന്ത്യ, മേക്ക് ഫോർ ദ വേൾഡ് നിർമ്മാണത്തിന് ആവശ്യമായ കഴിവുകൾ നമ്മുടെ യുവാക്കളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനായി ആഗോള വൈവിധ്യവും പങ്കാളിത്തവും ഉൾപ്പെടുന്ന 5 ദേശീയ വൈവിധ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. IIT-കളിലെ ശേഷി വികസനം. 2014 ശേഷം ആരംഭിച്ച 5 IIT-കളിൽ 6,500 വിദ്യാർത്ഥികൾക്ക് കൂടി വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിനായി അധിക അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കും. വിദ്യാഭ്യാസത്തിനായുള്ള AI മികവ് കേന്ദ്രം. വിദ്യാഭ്യാസത്തിനായുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെൻറ്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കും. ഇതിനായി 500 കോടി രൂപ മൊത്തം ചെലവിടും. മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം. മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലുമായി അടുത്ത വർഷം 10,000 അധിക സീറ്റുകൾ കൂട്ടിച്ചേർക്കും. അടുത്ത 5 വർഷത്തിനുള്ളിൽ 75,000 സീറ്റുകൾ വർദ്ധിപ്പിക്കും. എല്ലാ ജില്ലാ ആശുപത്രികളിലും പകൽ പരിചരണ ക്യാൻസർ സെൻ്ററുകൾ. അടുത്ത 3 വർഷത്തിനുള്ളിൽ എല്ലാ ജില്ലാ ആശുപത്രികളിലും ഡേ കെയർ ക്യാൻസർ സെൻ്ററുകൾ സ്ഥാപിക്കും. 2025-26 200 സെൻ്ററുകൾ സ്ഥാപിക്കും. നഗരങ്ങളിലെ ഉപജീവന മാർഗങ്ങൾ ശക്തിപ്പെടുത്തൽ. നഗര തൊഴിലാളികളുടെ വരുമാനം മെച്ചപ്പെടുത്തുന്നതിനും സുസ്ഥിരമായ ഉപജീവന മാർഗങ്ങൾ പ്രഖ്യാപിക്കുന്നതിനും സഹായിക്കുന്നതിനായി അവരുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനായുള്ള ഒരു പദ്ധതി. PM സ്വാനിധി. ബാങ്കുകളിൽ നിന്നുള്ള വായ്പകൾ വർദ്ധിപ്പിച്ചു. 30,000 പരിധിയുള്ള UPI ലിങ്കഡ് ക്രെഡിറ്റ് കാർഡുകൾ, ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള പിന്തുണ എന്നിവ ഉൾപ്പെടുത്തി പദ്ധതി നവീകരിക്കും. ഓൺലൈൻ പ്ലാറ്റ്ഫോം തൊഴിലാളികളുടെ ക്ഷേമത്തിനായുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതി.
ഗിഗ് വർക്കർമാർക്ക് തിരിച്ചറിയൽ കാർഡുകൾ, ഇ-സ്ട്രാം പോർട്ടൽ രജിസ്ട്രേഷൻ, PM ജൻ ആരോഗ്യ യോജനയ്ക്ക് കീഴിൽ ആരോഗ്യ സംരക്ഷണം എന്നിവ സർക്കാർ ക്രമീകരിക്കും. സമ്പദ് വ്യവസ്ഥയിൽ നിക്ഷേപം, അടിസ്ഥാന സൗകര്യങ്ങൾ, പൊതു സ്വകാര്യ പങ്കാളിത്തം. അടിസ്ഥാന സൗകര്യ വികസന മന്ത്രാലയങ്ങൾ PPP മോഡിൽ 3 വർഷത്തെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് സംസ്ഥാനങ്ങളും പ്രോത്സാഹനം നൽകി. അടിസ്ഥാന സൗകര്യ വികസനത്തിന് സംസ്ഥാനങ്ങൾക്കുള്ള പിന്തുണ. സംസ്ഥാനങ്ങൾക്ക് മൂലധന ചെലവിനും പരിഷ്കാരങ്ങൾക്കുമുള്ള പ്രോത്സാഹനങ്ങൾക്കുമായി 50 വർഷത്തെ പലിശരഹിത വായ്പകൾക്കായി 1.5 ലക്ഷം കോടി രൂപ വകയിരുത്തൽ. ആസ്തി ധനസമ്പാദന പദ്ധതി 2025-30. 2025-30 രണ്ടാം പദ്ധതിയിൽ 10 ലക്ഷം കോടി രൂപയുടെ മൂലധനം സമാഹരിക്കുന്നതിനായി പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു. ജൽ ജീവൻ മിഷൻ മൊത്തം വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ട് ദൗത്യം 2028 വരെ നീട്ടും. അർബൻ ചലഞ്ച് ഫണ്ട് നഗരങ്ങളെ വളർച്ചാ കേന്ദ്രങ്ങളായി നഗരങ്ങളുടെ സൃഷ്ടിപരമായ പുനർവികസനം, ജലവും ശുചിത്വവും എന്നിവയ്ക്കുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനായി 1 ലക്ഷം കോടി രൂപയുടെ അർബൻ ചലഞ്ച് ഫണ്ട് പ്രഖ്യാപിച്ചു. 2025-26 വർഷത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ട 10,000 കോടി രൂപ വകയിരുത്തുന്നു. വികസിത് ഭാരതത്തിനായുള്ള ആണവോർജ മിഷൻ. ആണവോർജ നിയമത്തിലും ആണവ നാശനഷ്ടങ്ങൾക്കുമുള്ള സിവിൽ ബാധ്യതാ നിയമത്തിലും ഭേദഗതികൾ കൊണ്ടുവരും. ചെറുകിട മോഡുലാർ റിയാക്ടറുകൾ SMRകളുടെ ഗവേഷണത്തിനും വികസനത്തിനുമായി 20,000 കോടി രൂപ അടങ്കലിൽ സ്ഥാപിക്കും. തദ്ദേശീയമായി വികസിപ്പിച്ച 5 SMRകൾ 2033 പ്രവർത്തനക്ഷമമാക്കും. കപ്പൽ നിർമ്മാണം. കപ്പൽ നിർമ്മാണ സാമ്പത്തിക സഹായ നയം പരിഷ്കരിക്കും. ഒരു നിശ്ചിത വലിപ്പത്തിന് മുകളിലുള്ള വലിയ കപ്പലുകൾ ഇൻഫ്രാസ്ട്രക്ചർ ഹാർമോണൈസ്ഡ് മാസ്റ്റർ ലിസ്റ്റ് HMLൽ ഉൾപ്പെടും. സമുദ്ര വികസന ഫണ്ട് 25,000 കോടി രൂപയുടെ മൂലധനത്തോടെ ഒരു സമുദ്ര വികസന ഫണ്ട് സ്ഥാപിക്കും. ഇതിൻ്റെ 49% വരെ സർക്കാരും ബാക്കി തുറമുഖങ്ങളും സ്വകാര്യ മേഖലയും വഹിക്കുന്നു. ഉഡാൻ റീജിയണൽ കണക്ടിവിറ്റി സ്കീം അടുത്ത 10 വർഷത്തിനുള്ളിൽ 120 പുതിയ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പ്രാദേശിക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും 4 കോടി യാത്രക്കാരെ വഹിക്കുന്നതിനുമായി പരിഷ്കരിച്ച ഉഡാൻ പദ്ധതി പ്രഖ്യാപിച്ചു. കുന്നിൻ പ്രദേശങ്ങൾ, അഭിലാഷമുള്ള വടക്ക് കിഴക്കൻ മേഖലാ ജില്ലകളിലെ ഹെലിപാഡുകളും ചെറിയ വിമാനത്താവളങ്ങളും പിന്തുണയ്ക്കുന്നതിനുമായുള്ള പദ്ധതി. ബീഹാറിലെ ഗ്രീൻഫീൽഡ് വിമാനത്താവളം. ബീഹാറിൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങൾ പ്രഖ്യാപിച്ചു. കൂടാതെ പാട്ന വിമാനത്താവളത്തിൻ്റെയും ബിഹ്തയിൽ ഒരു ബ്രൗൺഫീൽഡ് വിമാനത്താവളത്തിൻ്റെയും ശേഷി വർദ്ധിപ്പിക്കൽ പരിഗണനയിൽ ഉണ്ട്. മിതിൻചാലിലെ വെസ്റ്റേൺ കോസി കനാൽ പദ്ധതി. ബീഹാറിലെ വെസ്റ്റേൺ കോസി കനാൽ ERM പദ്ധതിക്കുള്ള സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു. ഖനന മേഖലയിലെ പരിഷ്കാരങ്ങൾ. ടെയിലിങ്ങുകളിൽ നിന്ന് നിർണായക ധാതുക്കൾ വീണ്ടെടുക്കുന്നതിനുള്ള ഒരു നയം കൊണ്ടുവരും. സ്വാമി ഫണ്ട് 2 സർക്കാർ, ബാങ്കുകൾ, സ്വകാര്യ നിക്ഷേപകർ എന്നിവരുടെ സംഭാവനയുടെ 1 ലക്ഷം വീടുകളുടെ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടുള്ള 15,000 കോടി രൂപയുടെ ഫണ്ട് പ്രഖ്യാപിച്ചു. തൊഴിലധിഷ്ഠിത വളർച്ചയ്ക്ക് വിനോദസഞ്ചാരം. സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് വെല്ലുവിളികൾ നേരിടുന്ന രാജ്യത്തെ മികച്ച 50 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വികസിപ്പിക്കും. ഇന്നോവേഷനിൽ നിക്ഷേപം, ഗവേഷണം, വികസനം, നവീകരണം. ജൂലൈ ബജറ്റിൽ പ്രഖ്യാപിച്ച സ്വകാര്യ മേഖല നയിക്കുന്ന ഗവേഷണ വികസന നവീകരണ സംരംഭം നടപ്പിലാക്കുന്നതിനായി 20,000 കോടി രൂപ അനുവദിക്കും. ഡീപ് ടെക് ഫണ്ട് ഓഫ് ഫണ്ട്സ്. അടുത്ത തലമുറ സ്റ്റാർട്ടപ്പുകളെ ഉത്തേജിപ്പിക്കുന്നതിനായി ഡീപ് ടെക് ഫണ്ട് ഓഫ് ഫണ്ട്സ് പര്യവേഷണം ചെയ്യും. PM റിസർച്ച് ഫെലോഷിപ്പ്. IITകളിലും IIScയിലും സാങ്കേതിക ഗവേഷണത്തിന് 10,000 ഫെലോഷിപ്പുകൾ, മെച്ചപ്പെട്ട സാമ്പത്തിക സഹായം. വിളകളുടെ ജംപ്ലാസത്തിനായുള്ള ജീൻ ബാങ്ക്. ഭാവിയിലെ
ഭക്ഷ്യ പോഷകാഹാര സുരക്ഷയ്ക്കായി 10 ലക്ഷം ജെം പ്ലാസം ലൈനുകളുള്ള രണ്ടാമത്തെ ജീൻ ബാങ്ക് സ്ഥാപിക്കും. നാഷണൽ ജിയോസ്പേഷ്യൽ മിഷൻ അടിസ്ഥാന ജിയോസ്പേഷ്യൽ സൗകര്യങ്ങളും ഡാറ്റയും വികസിപ്പിക്കുന്നതിനായി ഒരു നാഷണൽ ജിയോസ്പേഷ്യൽ മിഷൻ പ്രഖ്യാപിച്ചു. ഗ്യാൻ ഭാരതം മിഷൻ നമ്മുടെ കൈയെഴുത്തുപ്രതി, പൈതൃകത്തിൻ്റെ സർവേ, രേഖപ്പെടുത്തൽ, സംരക്ഷണം എന്നിവയ്ക്കായി അക്കാദമിക് സ്ഥാപനങ്ങൾ, മ്യൂസിയങ്ങൾ, ലൈബ്രറികൾ, സ്വകാര്യ ശേഖരണക്കാർ എന്നിവരുമായി ചേർന്ന് 1 കോടിയിലധികം കൈയെഴുത്തുപ്രതികൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു ജ്ഞാനഭാരത ദൗത്യം പ്രഖ്യാപിച്ചു. വികസനത്തിൻ്റെ 4ാമത്തെ എഞ്ചിനായി കയറ്റുമതി പ്രമോഷൻ ദൗത്യം. വാണിജ്യ, ചെറുകിട, ഇടത്തരം വ്യവസായ, ധനകാര്യ മന്ത്രാലയങ്ങൾ സംയുക്തമായി നയിക്കുന്ന മേഖലാ മന്ത്രിതല ലക്ഷ്യങ്ങളോടെ ഒരു കയറ്റുമതി പ്രോത്സാഹന മിഷൻ സ്ഥാപിക്കും. ഭാരത് ട്രേഡ് നെറ്റ് അന്താരാഷ്ട്ര വ്യാപാരത്തിനായുള്ള ഭാരത് ട്രേഡ് നെറ്റ് BTN വ്യാപാര രേഖകൾക്കും ധനസഹായ പരിഹാരങ്ങൾക്കുമായി ഒരു ഏകീകൃത പ്ലാറ്റ്ഫോമായി സ്ഥാപിക്കും. GCC ദേശീയ ചട്ടക്കൂട് രണ്ടാം നിര നഗരങ്ങൾ, ആഗോളശേഷി കേന്ദ്രങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനായി ഒരു ദേശീയ ചട്ടക്കൂട് രൂപീകരിക്കും. സാമ്പത്തിക മേഖലയിലെ പരിഷ്കാരങ്ങളും വികസനവും. ഇൻഷുറൻസ് മേഖലയിലെ FDI ഇൻഷുറൻസ് മേഖലയിലെ മുഴുവൻ പ്രീമിയവും ഇന്ത്യയിൽ നിക്ഷേപിക്കുന്ന കമ്പനികൾക്ക് വിദേശ നിക്ഷേപ പരിധി 74% നിന്ന് 100% ഉയർത്തും. NABFIDയുടെ ക്രെഡിറ്റ് എൻഹാൻസ്മെൻറ്റ് സൗകര്യം. കോർപ്പറേറ്റ് ബോണ്ടുകൾക്കായി, അടിസ്ഥാന സൗകര്യങ്ങൾക്കായും ഭാഗിക ക്രെഡിറ്റ് എൻഹാൻസ്മെൻറ്റ് സൗകര്യം സ്ഥാപിക്കാൻ NABFID. ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോർ. സ്വാശ്രയ സംഘ അംഗങ്ങളുടെ, ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളുടെയും വായ്പാ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പൊതുമേഖലാ ബാങ്കുകൾ ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോർ ചട്ടക്കൂട് വികസിപ്പിക്കും. പെൻഷൻ മേഖല. പെൻഷൻ ഉൽപ്പന്നങ്ങളുടെ നിയന്ത്രണ, ഏകോപനത്തിനും വികസനത്തിനുമായി ഒരു ഫോറം സ്ഥാപിക്കും. റെഗുലേറ്ററി പരിഷ്കാരങ്ങൾക്കായുള്ള ഉന്നതതല സമിതി. സാമ്പത്തികേതര മേഖലയിലെ നിയന്ത്രണങ്ങൾ, സർട്ടിഫിക്കേഷനുകൾ, ലൈസൻസുകൾ, അനുമതികൾ എന്നിവയുടെ അവലോകനത്തിനായി റെഗുലേറ്ററി പരിഷ്കാരങ്ങൾക്കായുള്ള ഒരു ഉന്നതതല സമിതി രൂപീകരിക്കും. സംസ്ഥാനങ്ങളുടെ നിക്ഷേപ സൗഹൃദ സൂചിക. മത്സരാധിഷ്ഠിത സഹകരണ ഫെഡറലിസത്തിൻ്റെ മനോഭാവം വർദ്ധിപ്പിക്കുന്നതിനായി 2025 ആരംഭിക്കുന്ന സംസ്ഥാനങ്ങളുടെ നിക്ഷേപ സൗഹൃദ സൂചിക പ്രഖ്യാപിച്ചു. ജൻ വിശ്വാസ് ബിൽ 2.0 വിവിധ നിയമങ്ങളിലെ 100ലധികം വ്യവസ്ഥകളെ ക്രിമിനൽ കുറ്റമല്ലാതാക്കാനുള്ള ബില്ലാണ് ജൻ വിശ്വാസ് ബിൽ 2.0. ഭാഗം 2 നേരിട്ടുള്ള നികുതി. പുതിയ നികുതി വ്യവസ്ഥ പ്രകാരം 12 ലക്ഷം രൂപ വരെയുള്ള വരുമാനം, അതായത് മൂലധന നേട്ടം പോലെയുള്ള പ്രത്യേക നിരക്ക് വരുമാനം ഒഴികെയുള്ള പ്രതിമാസം ശരാശരി 1 ലക്ഷം രൂപ വരുമാനം വരെ വ്യക്തിഗത ആദായ നികുതി നൽകേണ്ടതില്ല. 75,000 രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കാരണം ശമ്പള നികുതിദായകർക്ക് ഈ പരിധി 12.75 ലക്ഷം രൂപയായിരിക്കും. പുതിയ ഘടന മധ്യവർഗത്തിൻ്റെ നികുതികൾ ഗണ്യമായി കുറയ്ക്കുകയും അവരുടെ കൈകളിൽ കൂടുതൽ പണം അവശേഷിപ്പിക്കുകയും ചെയ്യും. ഇത് ഗാർഹിക ഉപഭോഗം, സമ്പാദ്യം, നിക്ഷേപം എന്നിവ വർദ്ധിപ്പിക്കും. നികുതിദായകർക്കും നികുതി. ഭരണനിർവഹണത്തിനും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന തരത്തിൽ വ്യക്തവും നേരിട്ടുള്ളതുമായ പുതിയ ആദായ നികുതി ബിൽ നികുതി ഉറപ്പിനും കേസുകൾ കുറയ്ക്കുന്നതിനും സഹായിക്കും. ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ പ്രത്യക്ഷ നികുതി വരുമാനം ഇല്ലാതാകും. പുതുക്കിയ നികുതി നിരക്ക് ഘടന. പുതിയ നികുതി വ്യവസ്ഥയിൽ പുതുക്കിയ നികുതി നിരക്ക് ഘടന ഇപ്രകാരമായിരിക്കും. 0 മുതൽ 4 ലക്ഷം രൂപ നികുതിയില്ല. 4 മുതൽ 8 ലക്ഷം രൂപ നികുതി 5%. 8 മുതൽ 12 ലക്ഷം രൂപ നികുതി 10%. 12 മുതൽ 16 ലക്ഷം രൂപ നികുതി 15%. 16 മുതൽ 20 ലക്ഷം രൂപ നികുതി 20%. 20 മുതൽ 24 ലക്ഷം രൂപ നികുതി 25%. 24 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നികുതി 30%. ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിനുള്ള
TDS അല്ലെങ്കിൽ TCS യുക്തി സഹീകരണം. TDS കുറയ്ക്കുന്ന നിരക്കുകളുടെയും പരിധികളുടെയും എണ്ണം കുറച്ചുകൊണ്ട് സ്രോതസ്സിൽ തന്നെ നികുതി കിഴിവ്, അതായത് TDS യുക്തിസഹമാക്കൽ. മുതിർന്ന പൗരന്മാർക്കുള്ള പലിശ നികുതി ഇളവ് പരിധി നിലവിലുള്ള 50,000 രൂപയിൽ നിന്ന് 1,00,000 രൂപയായി ഇരട്ടിയാക്കി. വാടകയ്ക്ക് നൽകുന്ന വാർഷിക TDS പരിധി 2.40 ലക്ഷം രൂപയിൽ നിന്ന് 6 ലക്ഷം രൂപയായി ഉയർത്തി. RBIയുടെ ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം LRS പ്രകാരം പണമടയ്ക്കുമ്പോൾ ഉറവിടത്തിൽ നിന്ന് നികുതി TCS പിരിക്കുന്നതിനുള്ള പരിധി 7 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷമായി ഉയർത്തി. ഉയർന്ന TDS കിഴിവിൻ്റെ വ്യവസ്ഥകൾ പാൻ കാർഡില്ലാത്ത കേസുകളിൽ മാത്രമേ ബാധകമാകൂ. സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യുന്നതിനുള്ള അവസാന തീയതി വരെ TCS പേയ്മെൻറ്റ് വൈകിയ കേസുകൾ കുറ്റവിമുക്തമാക്കൽ നടപ്പാക്കും. അനുവർത്തന ഭാരം കുറയ്ക്കൽ. ചെറുകിട ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെയും സ്ഥാപനങ്ങളുടെയും രജിസ്ട്രേഷൻ കാലാവധി 5 വർഷത്തിൽ നിന്ന് 10 വർഷമായി വർദ്ധിപ്പിച്ചുകൊണ്ട് അവയുടെ അനുവർത്തന ഭാരം കുറച്ചു. സ്വന്തമായി കൈവശം വച്ചിരിക്കുന്ന 2 സ്വത്തുക്കളുടെ വാർഷിക മൂല്യം 0 ക്ലെയിം ചെയ്യുന്നതിൻ്റെ ആനുകൂല്യം യാതൊരു നിബന്ധനയും കൂടാതെ ദീർഘിപ്പിക്കുന്നതാണ്. ബിസിനസ് ചെയ്യുന്നതിനുള്ള ലഘൂകരണം. 3 വർഷത്തെ കാലയളവിലേക്ക് അന്താരാഷ്ട്ര ഇടപാടിൻ്റെ ആംസ് ലെങ്ത് വില നിർണ്ണയിക്കുന്നതിനുള്ള പദ്ധതി. അന്താരാഷ്ട്ര നികുതിയിൽ ഉറപ്പു നൽകുന്നതിനും വ്യവഹാരങ്ങൾ കുറയ്ക്കുന്നതിനുമായി സുരക്ഷിത തുറമുഖ നിയമങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുക. ദേശീയ സേവിംഗ്സ് സ്കീം NSSലെ പിൻവലിക്കലുകൾക്കുള്ള ഇളവ്. 2024 ഓഗസ്റ്റ് 29 അതിന് ശേഷമോ വ്യക്തികൾ ദേശീയ സേവിംഗ്സ് സ്കീം NSSൽ നിന്ന് നടത്തിയ പിൻവലിക്കലുകൾക്കാണ് ഇളവ് ലഭ്യമാകുക. സാധാരണ NPS അക്കൗണ്ടുകൾക്ക് ലഭ്യമാകുന്ന അതേ പരിഗണന NPS വാത്സല്യ അക്കൗണ്ടുകൾക്ക് മൊത്തത്തിലുള്ള പരിധികൾക്ക് വിധേയമായി ലഭ്യമാകും. തൊഴിലും നിക്ഷേപവും. ഇലക്ട്രോണിക്സ് നിർമ്മാണ പദ്ധതികൾക്കുള്ള നികുതി ഉറപ്പ്. ഇലക്ട്രോണിക്സ് നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുകയോ പ്രവർത്തിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു റെസിഡന്റ് കമ്പനിക്ക് സേവനങ്ങൾ നൽകുന്ന പ്രവാസികൾക്കുള്ള അനുമാന നികുതി വ്യവസ്ഥ. നിർദ്ദിഷ്ട ഇലക്ട്രോണിക്സ് നിർമ്മാണ യൂണിറ്റുകളിലേക്ക് വിതരണത്തിനായി ഘടകങ്ങൾ സൂക്ഷിക്കുന്ന പ്രവാസികൾക്ക് നികുതി ഉറപ്പാക്കുന്നതിനായി ഒരു സുരക്ഷിത തുറമുഖം ഏർപ്പെടുത്തൽ. ഉൾനാടൻ കപ്പലുകൾക്കുള്ള ടണേജ് നികുതി പദ്ധതി. രാജ്യത്ത് ഉൾനാടൻ ജലഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിലവിലുള്ള ടൺ നികുതി പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ഇന്ത്യൻ വെസൽസ് ആക്ട് 2021 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉൾനാടൻ കപ്പലുകളിലേക്ക് വ്യാപിപ്പിക്കും. സ്റ്റാർട്ടപ്പുകൾ സംയോജിപ്പിക്കുന്നതിനുള്ള വിപുലീകരണം. 1/4/2030 മുമ്പ് സംയോജിപ്പിച്ച സ്റ്റാർട്ടപ്പുകൾക്ക് ലഭ്യമായ ആനുകൂല്യം അനുവദിക്കുന്നതിന് സംയോജന കാലയളവ് 5 വർഷത്തേക്ക് നീട്ടി. ഇതര നിക്ഷേപ ഫണ്ടുകൾ AIF അടിസ്ഥാന സൗകര്യങ്ങളിലും മറ്റു മേഖലകളിലും നിക്ഷേപം നടത്തുന്ന കാറ്റഗറി 1, കാറ്റഗറി 2 AIFകൾക്ക് സെക്യൂരിറ്റികളിൽ നിന്നുള്ള നേട്ടങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തുമെന്ന് ഉറപ്പ്. സോവറിൻ പെൻഷൻ ഫണ്ടുകൾക്കുള്ള നിക്ഷേപ തീയതി. സോവറിൻ വെൽത്ത് ഫണ്ടുകളിലും പെൻഷൻ ഫണ്ടുകളിലും നിക്ഷേപം നടത്തുന്നതിനുള്ള തീയതി 5 വർഷം കൂടി 2030 മാർച്ച് 31 വരെ നീട്ടി. അവയിൽ നിന്നുള്ള ധനസഹായം അടിസ്ഥാന സൗകര്യ മേഖലയുടെ പ്രോത്സാഹനത്തിന്. പരോക്ഷ നികുതി. വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കായുള്ള കസ്റ്റംസ് താരിഫ് ഘടനയുടെ യുക്തി സഹീകരണം. 7 താരിഫ് നിരക്കുകൾ നീക്കം ചെയ്യുക. 2023-24 ബജറ്റിൽ നീക്കം ചെയ്ത 7 താരിഫ് നിരക്കുകൾക്ക് പുറമെയാണിത്. ഇതിനുശേഷം 0 നിരക്ക് ഉൾപ്പെടെ 8 താരിഫ് നിരക്കുകൾ മാത്രമേ ശേഷിക്കൂ. ചുരുക്കം ചില ഇനങ്ങൾ ഒഴികെ ഫലപ്രദമായി തീരുവ സംഭവങ്ങൾ വിശാലമായി നിലനിർത്തുന്നതിന് ഉചിതമായ സെസ് പ്രയോഗിക്കുക. അവിടെ അത്തരം സംഭവങ്ങൾ നേരിയ തോതിൽ കുറയും. ഒന്നിൽ കൂടുതൽ സെസ് അല്ലെങ്കിൽ സർചാർജ് ഈടാക്കരുത്. അതിനാൽ സെസ്സിന് വിധേയമായ 82 താരിഫ് ലൈനുകളിൽ സോഷ്യൽ വെൽഫെയർ സർചാർജ് ഒഴിവാക്കിയിരിക്കുന്നു. പരോക്ഷ നികുതി ഇനത്തിൽ ഏകദേശം 2600 കോടി രൂപയുടെ വരുമാനം ഇങ്ങനെ ഇല്ലാതാക്കും. മരുന്നുകളുടെ ഇറക്കുമതിയിൽ ഇളവ്.
36 ജീവൻ രക്ഷാ മരുന്നുകളെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ BCDയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി. 6 ജീവൻ രക്ഷാ മരുന്നുകൾക്ക് 5% ഇളവ് കസ്റ്റംസ് തീരുവ. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ നടത്തുന്ന രോഗീ സഹായ പരിപാടികൾ കീഴിലുള്ള നിർദ്ദിഷ്ട മരുന്നുകളെയും BCDയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കി. 13 പുതിയ രോഗീ സഹായ പരിപാടികൾക്കൊപ്പം 37 മരുന്നുകൾ കൂടി ചേർത്തു. ആഭ്യന്തര ഉൽപ്പാദനത്തിനും മൂല്യവർദ്ധനവിനും പിന്തുണ. നിർണായക ധാതുക്കൾ. കൊബാൾട്ട് പൊടിയും മാലിന്യവും, ലിഥിയം അയൺ ബാറ്ററിയുടെ അവശിഷ്ടങ്ങൾ, ലെഡ്, സിങ്ക്, മറ്റ് 12 നിർണായക ധാതുക്കൾ എന്നിവയെ BCDയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി. തുണിത്തരങ്ങൾ. 2 തരം ഷട്ടിൽ ലെസ് ലൂമുകൾ കൂടി ടെക്സ്റ്റൈൽ മെഷീനറിയിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ടു. നെയ്ത തുണിത്തരങ്ങളുടെ BCD നിരക്ക് 10% അല്ലെങ്കിൽ 20% അല്ലെങ്കിൽ കിലോയ്ക്ക് 115. ഇതിൽ ഏതാണോ ഉയർന്നത് അതായി പരിഷ്കരിച്ചു. ഇലക്ട്രോണിക് സാധനങ്ങൾ. ഇൻട്രാക്റ്റീവ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ IFPDയുടെ BCD 10% നിന്ന് 20% വർദ്ധിപ്പിച്ചു. ഓപ്പൺ സെല്ലിലും മറ്റു ഘടകങ്ങളിലും BCD 5% കുറച്ചു. ഓപ്പൺ സെല്ലുകളുടെ ഭാഗങ്ങളിൽ BCD ഒഴിവാക്കിയിരിക്കുന്നു. ലിഥിയം അയൺ ബാറ്ററി. ഇലക്ട്രിക് ബാറ്ററി നിർമ്മാണത്തിനായുള്ള 35 അധിക മൂലധന വസ്തുക്കളെയും മൊബൈൽ ഫോൺ ബാറ്ററി നിർമ്മാണത്തിനായുള്ള 28 അധിക മൂലധന വസ്തുക്കളെയും ഒഴിവാക്കിയിട്ടുണ്ട്. ഷിപ്പിംഗ് മേഖല. കപ്പലുകളുടെ നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ, ഘടകങ്ങൾ, ഉപഭോഗ വസ്തുക്കൾ അല്ലെങ്കിൽ ഭാഗങ്ങൾ എന്നിവയ്ക്കുള്ള BCDയുടെ ഇളവ് 10 വർഷത്തേക്ക് കൂടി നീട്ടി. കപ്പൽ പൊളിക്കലിനും ഇതേ നിയമം തുടരും. ടെലികമ്മ്യൂണിക്കേഷൻ. കാരിയർ ഗ്രേഡ് ഈഥർനെറ്റ് സ്വിച്ചിൻ്റെ BCD 20% നിന്നും 10% കുറച്ചു. കരകൗശല വസ്തുക്കൾ. കയറ്റുമതിക്കുള്ള സമയപരിധി 6 മാസത്തിൽ നിന്ന് 1 വർഷമായി നീട്ടി. ആവശ്യമെങ്കിൽ 3 മാസം കൂടി നീട്ടാം. ഡ്യൂട്ടി ഫ്രീ ഇൻപുട്ടുകളുടെ പട്ടികയിൽ 9 ഇനങ്ങൾ ചേർത്തു. തുകൽ മേഖല. വെറ്റ് ബ്ലൂ ലെതറിലെ BCDയെ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു. പുറന്തോട് തുകലിനെ 20% കയറ്റുമതി തീരുവയിൽ നിന്നും ഒഴിവാക്കി. സമുദ്രോൽപ്പന്നങ്ങൾ. അനലോഗ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും കയറ്റുമതിക്കുമുള്ള ഫ്രോസൺ ഫിഷ് പേസ്റ്റ് സുരിമീൻ്റെ BCDയുടെ നിരക്ക് 30% നിന്നും 5% കുറച്ചു. മത്സ്യ ചെമ്മീൻ തീറ്റകളുടെ നിർമ്മാണത്തിനുള്ള ഫിഷ് ഹൈഡ്രോ ലൈസേറ്റിൻ്റെ BCDയുടെ അളവ് 15% നിന്നും 5% കുറച്ചു. റെയിൽവേ സാധനങ്ങൾക്കായുള്ള ആഭ്യന്തര MROകൾ. വിമാന കപ്പൽ MROകൾക്ക് അറ്റകുറ്റപ്പണികളുടെ ഇറക്കുമതിയിൽ ലഭിക്കുന്ന അതേ ആനുകൂല്യം റെയിൽവേ MROകൾക്കും ലഭിക്കും. അത്തരം വസ്തുക്കളുടെ കയറ്റുമതിക്കുള്ള സമയപരിധി 6 മാസത്തിൽ നിന്നും 1 വർഷമായി നീട്ടി. തുടർന്ന് 1 വർഷം കൂടി നീട്ടാവുന്ന തരത്തിലാക്കി. വ്യാപാര സൗകര്യത്തിൽ താൽക്കാലിക വിലയിരുത്തലിനുള്ള സമയപരിധി. താൽക്കാലിക വിലയിരുത്തൽ അന്തിമമാക്കുന്നതിന് 2 വർഷത്തെ സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് 1 വർഷം കൂടി നീട്ടാവുന്നതാണ്. സ്വമേധയായുള്ള പ്രഖ്യാപനം. ഇറക്കുമതിക്കാർക്കോ കയറ്റുമതിക്കാർക്കോ സാധനങ്ങൾ ക്ലിയറൻസ് ചെയ്തതിനു ശേഷം സ്വമേധയാ വസ്തുക്കൾ പ്രഖ്യാപിക്കാനും പിഴയില്ലാതെ പലിശ സഹിതം തീരുവ അടയ്ക്കാനും പ്രാപ്തമാക്കുന്ന ഒരു പുതിയ വ്യവസ്ഥ അവതരിപ്പിച്ചു. അവസാദ ഉപയോഗത്തിനുള്ള വിപുലീകൃത സമയം. ഇറക്കുമതി ചെയ്ത ഇൻപുട്ടുകളുടെ അന്തിമ ഉപയോഗത്തിനുള്ള സമയപരിധി ബന്ധപ്പെട്ട നിയമങ്ങൾ 6 മാസത്തിൽ നിന്ന് 1 വർഷമായി നീട്ടി. അത്തരം ഇറക്കുമതിക്കാർ പ്രതിമാസ സ്റ്റേറ്റ്മെൻറ്റ് സമർപ്പിക്കുന്നതിന് പകരം ത്രൈമാസ സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രമേ ഫയൽ ചെയ്യാവൂ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.